പള്ളിക്കകത്തേക്ക് ആ മയ്യത്തിനെ എടുത്തു വെക്കുമ്പോൾ ആ റൂഹ് തന്റെ കുടുംബക്കാരായ തന്റെ ബന്ധുക്കളായ തന്റെ ശരീരം ചുമന്നുകൊണ്ട് വരുന്നവരെ നോക്കിയിട്ട് പറയുന്നു, ലാ തഗുറന്നകുമുദ് ദുനിയാ കമാ വറത്തനീ. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. കമാ വറത്തനീ, എന്നെ ആ ദുനിയാവ് ചതിച്ചതുപോലെ, എന്നെ ദുനിയാവ് പോലെ നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക. ഓരോരുത്തരും ദുനിയാവിന്റെ ചതിയിൽപ്പെട്ടില്ലേ, പണത്തിന്റെ ചതിയിൽപ്പെട്ടില്ലേ, പെണ്ണിന്റെ ചതിയിൽപ്പെട്ടില്ലേ, ആഡംബരത്തിന്റെ കുരുക്കിൽപ്പെട്ടില്ലേ. ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഹദറാ, പച്ചപിടിച്ച കാണാൻ രസമുള്ളതാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവ്. അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകല്ലേ. ഏഴാമതാം അയ്യപ്പന്റെ റൂഹ് പറയുന്നതാണ്, അയ്യപ്പ ചുമന്നുകൊണ്ട് വരുന്നവരെ, നിസ്കാരം കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചവരെ, അടക്കി കഴിഞ്ഞ് പോകാൻ തീരുമാനിച്ചവരെ, ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഉസ്താദുമാരുടെ വാത് കേട്ട് ഞാനും തീരുമാനിച്ചതാണ് നിസ്കാരം തുടങ്ങണമെന്ന്, തലമറക്കണമെന്ന്, നോമ്പ് പിടിക്കണമെന്ന്, സ്വലാത്ത് ചൊല്ലണമെന്ന്, പള്ളിയുമായി ബന്ധപ്പെടണമെന്ന്. പക്ഷേ എന്നെ ഇബ്ലീസ് നശിപ്പിച്ചു കളഞ്ഞു, എന്നെ ദുനിയാവ് കുരുക്കി കളഞ്ഞു. അതുകൊണ്ട് വേണ്ട, എന്നെ നശിപ്പിച്ചതുപോലെ എന്റെ മയ്യത്ത് ചുമക്കുന്നവരെ നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ. എന്റെ ജീവിതം തീർന്നു, നിങ്ങൾക്കൊരു ജീവിതം ബാക്കിയാണ്. ബാക്കിയുള്ള ജീവിതം ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്കതില്ലല്ലോ, എന്റെ റൂഹ് പിരിഞ്ഞല്ലോ. അതുകൊണ്ട് ഈ വിളിയാണ് ആറാമത് ഏഴാമതായിട്ട് ആ റൂഹ് അയ്യപ്പ ചുമന്നുകൊണ്ട് പോകുന്നവരോട് വിളിച്ചു പറയുന്നതെങ്കില് നമ്മളാരും അത് അറിയുന്നില്ല, നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും പറയുന്നു, വലാ യൽഅബന്ന ബികുമുസ് സമാ, ഈ കാലഘട്ടം നിങ്ങളെ തട്ടിക്കളിക്കാതിരിക്കട്ടെ. ഇതിനൊരുപാട് ഭംഗിയാണ്, ഒരുപാട് രൂപാന്തരം മാറിയിട്ട് മാറി മാറി വന്നുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാനും നിങ്ങളെ വഞ്ചിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളതിൽ പെട്ടുപോകല്ലേ. എന്റെ മയ്യത്ത് കണ്ടോ, എന്റെ കുളിപ്പിക്കൽ കണ്ടോ, എന്റെ ഖബറടക്കം കണ്ടോ, ഈ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് നിങ്ങൾ ഗുണപാഠം സിദ്ധിക്കുക, നിങ്ങൾ നല്ലവരാകുക. എന്റെ മയ്യത്ത് കണ്ടതുകൊണ്ട് നിങ്ങൾ നന്നാവുക എന്ന് ആ റൂഹ് വിളിച്ചു പറയുമ്പോ എത്രയോ മയ്യത്തുകൾ അടക്കം ചെയ്തവരാണ് നമ്മള്, എത്രയോ മയ്യത്തുകളുടെ നെഞ്ചിന് മീതെ മണ്ണിട്ടവരാണ് നമ്മള്, എത്രയോ മയ്യപ്പ് നിസ്കാരം നടത്തിയവരാണ് നമ്മള്. എന്നിട്ടതെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോ എന്തേ നമ്മുടെ മനസ്സ് വല്ലാതെ മുരടിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഏറ്റവും നല്ല വായിലാരാണ്, ഏറ്റവും നല്ല പ്രഭാഷകനാരാണ്, ഏറ്റവും നല്ലതുപോലെ ദുനിയാവിൽ ഉപദേശ നിർദ്ദേശം കൊടുക്കാൻ കഴിവുള്ളതാർക്കാന്നറിയോ? അത് മരണത്തിന് മാത്രമാണ്, അത് മരണത്തിന് മാത്രമാണ്.